ഹായ് മക്കളെ. അപ്പോഴെല്ലാ മക്കൾക്കും അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ? അപ്പം അമ്മ താണ്ടെ രാവിലെ ചായ കുടിക്കാനായിട്ട് ചായ ഇട്ടുകൊണ്ട് വെച്ചുകൊണ്ട് ചായ പിന്നെ അമ്മ പുട്ട് പുഴുങ്ങിയായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. പുട്ട്, പയർ പുഴുങ്ങി, പഞ്ചസാര, പപ്പടം ഉണ്ടോ. അപ്പം അമ്മ ചോറ് വെച്ച് ഇനി അമ്മയ്ക്ക് പയർ കറി വെക്കണം, പയർ മത്തങ്ങയും കറി വെക്കണം, തോരൻ വെക്കണം, എല്ലാം അരിഞ്ഞൊക്കെ വെച്ച് പയറൊക്കെ വേവിച്ചൊക്കെ വെച്ച്. അപ്പോൾ അമ്മ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അമ്മ രാവിലെ എണീറ്റ് കേട്ടോ. രാവിലെ എണീറ്റുകൊണ്ട് പണിയൊക്കെ ഒതുങ്ങി. അപ്പോഴ് അമ്മ പുട്ട് കഴിക്കുകയാണ്. അപ്പോഴേ മക്കളെ അമ്മ താണ്ടേ പയറും മത്തങ്ങയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മത്തങ്ങ കറി വെക്കണം. താണ്ടെ ഇത് കണ്ടോ തോരൻ വെക്കണം. അപ്പം ക്യാബേജും ക്യാരറ്റും കൂടെ അമ്മ അരിഞ്ഞ് വെച്ചേക്കാണ്, തോരൻ വെക്കണം. അപ്പോൾ അതിനുള്ള അരപ്പ് അമ്മ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മത്തങ്ങയും പയറും നാട്ടെ കറി വെക്കാൻ വേണ്ടി താണ്ടെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. താണ്ടെ കണ്ണൻ കൊഴിയാളെ 5-6 നെത്തോലി ഉണ്ടാവും. നെത്തോലി നമുക്ക് വറുക്കാം, കണ്ണൻ കൊഴിയാളെ നമുക്ക് മുളക് കറി വെക്കാം. അപ്പം അതിന് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തോരൻ വെക്കാൻ പോവാം. അപ്പം അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് മുളക് കറി വെക്കാം. അതിന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അമ്മ കേട്ടോ. അപ്പം തോരൻ വെക്കാൻ അപ്പം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് തോരൻ വെക്കാൻ കടുക് ഇടുന്നില്ലേ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അതോടെ വന്ന് വേവട്ടെ. അപ്പോൾ ഇത് നമുക്ക് മത്തങ്ങയും പയറും കൂടെ വേവിച്ച് വെച്ചത് നമുക്ക് അതുകൂടെ അടപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിനകത്തോട്ട് അരപ്പെല്ലാം വെച്ചേക്കുക. അപ്പം നമുക്ക് മുളക് പൊടിക്കുള്ളത് എടുക്കാം. അപ്പം മുളക് പൊടി മല്ലിപ്പൊടി എടുക്കാം. അതാണ്ട് അമ്മ ഇന്നലത്തെ കണക്കാതിൻ്റെ മുളക് പൊടി വെക്കുന്നത് കേട്ടോ. അതായത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും അമ്മ ഇടുന്നില്ലേ. നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ. നിങ്ങളൊക്കെ ഞാൻ കാപ്പിയൊക്കെ കഴിച്ചോ? ഞാൻ പുട്ടൊക്കെ കഴിച്ചായിരുന്നേ. അപ്പം നമുക്ക് ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇന്നലത്തെ കണക്ക്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി നമ്മൾ എരിയുടെ അനുസരിച്ച് ഇട്ടാൽ മതി. ഇത് നമ്മൾ 3 സ്പൂൺ ഇടുന്നോളെ മുളക് പൊടി. അപ്പോൾ ഇത് നല്ലോണം അങ്ങോട്ട് മൂക്കണം. മൂത്തിട്ട് ഇച്ചിരി മൂത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കണ്ട അതൊക്കെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ അരപ്പ് ചേർത്തിട്ട് മൂടി വയ്ക്കാം. അപ്പം അത് ചെറിയ തീ കിടന്നത് വെന്ത് വരും. എന്താ പിന്നെ നമ്മൾ മത്തങ്ങ കറി കണ്ട മത്തങ്ങയും പയറും ഒക്കെ വേവിച്ചത്. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് മറ്റേ വേവിച്ച് മത്തങ്ങയും പയറിനകത്ത് നമ്മൾ പച്ച വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളേ. നോക്കണ്ട വേവിച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതവിടുന്ന് വേവട്ടെ. എന്താ അതവിടുന്ന് വേവട്ടെ. അത് വേവട്ട് ഇതെല്ലാം വേവട്ടെ. അപ്പോൾ ഒരേ രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ മുളക് താണ്ടേ ഏകദേശം ചൂടായി വരണം. അപ്പം നമ്മൾ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇന്നലത്തെ കണക്ക് തന്നെ കണ്ട. ഈ വെള്ളത്തിൽ ഇതൊന്ന് തിളച്ച് കുറുകി വരണം. കുറുകി വന്നതിന് ശേഷം എണ്ണ തെളിയും. എന്നിട്ടേ നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളവും വടക്കമ്പുളിയും എല്ലാം ചേർക്കാം. അപ്പം വെച്ച് ഉപ്പ് ഇടാൻ കുറച്ച് ഉപ്പ് നീരോട് ഒഴിക്കുവേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറുവട്ടെ. മത്തങ്ങയിലും പയറിലും കൂടെ കുറച്ച് ഉപ്പ് ഒഴിക്കുക. ഉപ്പ് കുറവാണ്. ഇപ്പം നമ്മുടെ തോരനൊക്കെ ആണ്ടേ കണ്ട ചെറിയ തീരൊന്ന് ഇളക്കിയിട്ട് പിന്നെ മൂടി വയ്ക്കാം. ആവിയിലിരുന്ന് അത് വേവി കണ്ട. അപ്പോൾ നല്ല നൈസായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ക്യാബേജ്
ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ക്യാരറ്റ്. കണ്ട ഞാൻ അങ്ങനെ കൂടി ഇരുന്ന് അതൊന്ന് ചെറിയ രീതിയിൽ വെന്തിട്ട് നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ താണ്ടേ മുളക് പൊരിച്ചുള്ള എന്നൊക്കെ തെളിഞ്ഞുണ്ട സൂപ്പറായി. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളവും താണ്ടെ വടക്കുംപുളിയും വെള്ളം ഇത്രയും വേണ്ട കേട്ടോ. വെള്ളവും വടക്കുംപുളിയും കണ്ട ഇത്രയും മതി. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് വറ്റിച്ച് അമ്മയെടുക്കുന്നത് ഇപ്പെല്ലാം ഉണ്ട് കറക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ മീനെ വറുക്കാനുള്ളതിനെടുക്കും. നല്ല കൊഴിയാളയായിരുന്നു. നല്ല പച്ച കൊഴിയാള കണ്ട, നല്ല പച്ച കൊഴിയാള. അപ്പം നെത്തോലി ഇത്രയേ ഉള്ളൂ, കുഴപ്പമില്ല. നമുക്കത് എന്തുകൊണ്ടും വറക്കാം. അതിനകത്തോട്ട് നെത്തോലി വറക്കാനായിട്ടേ ലേശം മല്ലിപ്പൊടി, ലേശം മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഇത്ര ഇടാം. ഇതിനകത്ത് നമ്മൾ ഉപ്പിടാം. ആണ്ടേ ഉണ്ടോ നെത്തോലി വറുക്കാനുള്ളത് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരൻ വെച്ചിട്ട് നമുക്ക് ആ പാനിനകത്ത് വറുത്തെടുക്കാം. കറി തിളച്ചാൽ ഉടനെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ മത്തങ്ങയും പയറും കണ്ട, ആ മത്തങ്ങയും പയറും നമുക്കൊന്ന് ഇളക്കി നോക്കാം. അതിനകത്ത് ചെറിയ തീയിലിട്ടേക്കാണ് മത്തങ്ങയും പയറും. കാരണം ഇത് കുറച്ചൊന്ന് കുറുവാനുണ്ടേ, കട്ടിയായിട്ട് എടുക്കണേ. സൂപ്പർ, പറ്റിയാൽ മതി. കാരണം നമ്മൾ ആ ചോറൊക്കെ വെച്ചിട്ടുണ്ടേ. അപ്പം ചോറിൻ്റെ കൂടെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. എന്താ ഇടയ്ക്കിടയ്ക്ക് തോരൻ നോക്കാം. നല്ല ടേസ്റ്റായി തോരൻ കേട്ടോ. ചോറിനായാലും കഞ്ഞിക്കായാലും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. ചെറിയ തീയിൽ അമ്മ ഇട്ട്, ഇനി അത് ചെറിയ തീ കിടന്ന് ഒന്നും വരട്ടി വരട്ടെ. അതാണ് നമ്മുടെ മീൻ കറിയുടെ എല്ലാം തിളച്ചിട്ടുണ്ട്. അപ്പം മീൻ കണ്ട മീനിൻ്റെ നമുക്ക് ഇട്ട് കൊടുക്കാം. കൊഴിയാളയുടെ തലയും ദൂരം ഒരുമിച്ച് വയ്ക്കും. നല്ല പച്ച മീനായിരുന്നു. 2 വടക്കംപുളി അമ്മ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ മീൻ നല്ല വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കണ്ടോ. അപ്പോൾ ഇത് കടന്ന് നല്ലോണം തിളച്ച് വെന്ത് പറ്റി വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് തോരൻ്റെ ഒന്ന് നോക്കാം. മത്തങ്ങ കറിയുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം സ്റ്റീൽ പാത്രം വെച്ചോണ്ടേ അത് പഠിച്ചു പിടിക്കും. അതുകൊണ്ട് ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് തുടയ്ക്കാം. അപ്പോൾ നമ്മുടെ തോരൻ്റെ കൂടെ അമ്മയെ ഇളക്കി കൊടുക്കുക. കണ്ടോ തോരനൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് തോരൻ്റെ വെന്ത് വരുമ്പോൾ നമ്മളെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ മത്തങ്ങാക്കറിയിലിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേ ഇവിടെ ഒരാളായിരുന്നു തേങ്ങില്ല. അപ്പം അപ്പോൾ ഇത്രയല്ലേ, പക്ഷേ ഇച്ചിരി നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാലേ ആ ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. കൊളസ്ട്രോൾ വരുന്നത് എങ്ങനെയാണെന്ന് പറയാനും പറ്റത്തില്ല. അതാണ്ടേ നമ്മുടെ തോരൻ കണ്ട, അപ്പോൾ തോരനൊക്കെ നല്ല സെറ്റായിട്ട് വെന്തിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് തോരൻ ഒരു പാത്രത്തിലാക്കിയിട്ട് അമ്മ ഇതിനകത്ത് മീൻ വറുക്കാൻ പോകാം. കറി നമ്മുടെ എവിടെയും തിളയ്ക്കുന്നുണ്ട്. തിളച്ച് വെന്ത് വരട്ടെ, എന്നിട്ട് അമ്മ കാണിക്കാം. എല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചോ?
അപ്പം അമ്മ ചോറ് കഴിക്കാൻ പോവുകയാണേ. അപ്പം ചോറ് നമ്മുടെ മീൻ കറി, പിന്നെ പരിപ്പും മത്തങ്ങയായിട്ടുള്ള കറി, ക്യാബേജ് തോര. അപ്പം നമുക്ക് ചോറ് വിളമ്പാം. പിന്നെ അമ്മ മുളക് വറുത്തതും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറ് ഇട്ട് വിളമ്പാം. എന്താ ചോറ് നമുക്ക് ചോറിലോട്ട് നമുക്ക് തോരൻ, നമ്മൾ ക്യാബേജും ക്യാരറ്റും ഇട്ട് വെച്ചിട്ടുള്ള തോരൻ, അത് അമ്മ അങ്ങോട്ട് വിളമ്പുന്നേ. തോരനൊക്കെ വെച്ച് തോരൻ വിളമ്പുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പയറ് മത്തങ്ങ കറി അങ്ങോട്ട് വിളമ്പാം. ഉണ്ടോ? പിന്നെ നമ്മൾ നെത്തോലി വറുത്തതുണ്ടല്ലേ, അത് 2-3 എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മീൻ കറി, കൊഴിയാളക്കറി അതും അങ്ങോട്ട് ഒറ്റത്തോട്ട് വെക്കുക. ഉണ്ടോ? അപ്പം ഇത്രയാണ് അമ്മയുടെ ഉച്ചക്കത്തെ ഊണ്. ചോറ്, കൊഴിയാള കറി, നെത്തോലി വറുത്തത്, ഉണ്ടമുളക്, ക്യാബേജ് തോരൻ, പയറ് കറി. അപ്പം എല്ലാവരും ചോറ് കഴിച്ചോ? അപ്പം ചോറ് കഴിച്ചില്ലെങ്കിൽ വന്നാൽ എല്ലാവർക്കും ചോറ് തരാം. അപ്പം അമ്മ ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോഴേ രാത്രിത്തേക്കും വൈകുന്നേരത്തേക്കും അമ്മ ഇനി ചോറ് കഴിക്കുന്നില്ല, അട ഉണ്ടാക്കുവാണ്. ഗോതമ്പട അതാണ്ടേ. അപ്പം ഗോതമ്പ് മാവ് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാനിനകത്ത് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് പരത്തി നോക്കാം. അമ്മ ഇലയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടേ. കുറച്ച് മാവ് എടുത്തിട്ട് 3-4 എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ, അത് മതി. അത് നമുക്ക് നൈസായിട്ട് പരത്താം. നിങ്ങൾക്കൊക്കെ ഏതടയാണ് ഇഷ്ടം? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗോതമ്പടയാണ്. ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പട. ഗോതമ്പട ഇഷ്ടമാണ്, ഗോതമ്പ് പുട്ട് ഇഷ്ടമാണ്. ഇതൊക്കെ അങ്ങനെയാണ്. ഞാനൊരു പ്രത്യേക ജീവിയാണ്. ഗോതമ്പിനോടാണ് ഭയങ്കര താല്പര്യം. അരിയുടെ ദോശ ഇതൊക്കെ ഇഷ്ടമാണ്, എന്നാലും വല്ലപ്പോഴൊക്കെ കഴിക്കുന്നത് എനിക്കിഷ്ടം. ഉപ്പുമാവ് ഇതൊക്കെ എനിക്കിഷ്ടം. അപ്പോൾ നമുക്ക് അട പരത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ശർക്കര വെച്ച് കൊടുക്കാം. ഉണ്ട്, ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്തത്. ഇനി നമുക്കിത് നിർത്തിയിട്ട് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് അമ്മ ഇതിലോട്ട് വെക്കും. അത് അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് പരത്തെടുക്കാം. അപ്പോഴേ മക്കളെ അമ്മ 4 മണിക്ക് ചായ ഇട്ട്, എല്ലാവരും 4 മണിക്ക് ചായയൊക്കെ കുടിച്ചോ? ചായ വെച്ച് തണുത്ത് പോയി കേട്ടോ. ഇട്ട് വെച്ചിട്ട് കുടിക്കാനൊക്കെ പോയിരുന്നേ. ചായ പിന്നെ നമ്മൾ അടത വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചായയും അടയും കഴിക്കാം. അപ്പോൾ രാത്രി ഇത് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടോ? സൂപ്പർ ഗോതമ്പ്. എന്താ അതാ അമ്മ ഇത് കാണിച്ചു തരാം. ഉണ്ടോ? നൈസ് ഗോതമ്പ്. ആവശ്യത്തിന് മധുരവും എല്ലാം ഉണ്ട്. അപ്പം കഴിക്കട്ടെ. അപ്പോൾ അമ്മ രാത്രിയിൽ ഇത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പം ഇന്നിനി പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.